മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി പറക്കാൻ കൊതിച്ച കാലം മുതൽ ഇന്നത്തെ അത്യാധുനിക വ്യോമയാന യുഗം വരെ ആകാശപാതകളെ നിയന്ത്രിക്കുന്ന ഒരു പേരുണ്ട്, ബോയിങ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാണ കമ്പനികളിൽ ഒന്നായ ബോയിങ്ങിന്റെ ചരിത്രം തുടങ്ങുന്നത് 1916 ജൂലൈ 15. ഒരു മരവ്യാപാരിയുടെ സ്വപ്നം, ഒരു ചെറിയ വർക്ക്ഷോപ്പ്, ഒരു മരം കൊണ്ടുള്ള സീപ്ലെയിൻ. അവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങിയത്. തുണിയും തടിയും വയറുകളും ഉപയോഗിച്ച് നിർമ്മിച്ച സീപ്ലെയിനുകളിൽ നിന്നും ആരംഭിച്ച യാത്ര ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആയിരക്കണക്കിന് വിമാനങ്ങളിൽ ആ സ്വപ്നത്തിൻ്റെ പ്രതിധ്വനി കേൾക്കാം. 1881 അമേരിക്കയിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വില്യം വെറും ഒരു മരക്കച്ചവടക്കാരനായി. ഒരു ദിവസം അദ്ദേഹം ഒരു സീപ്ലെയിനിൽ യാത്ര ചെയ്തു. ആ യാത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വിമാനം പറന്നെങ്കിലും അതിൻ്റെ നിർമ്മാണ നിലവാരത്തിലും പ്രകടനത്തിലും അദ്ദേഹം തൃപ്തനായിരുന്നില്ല. ഇതിലും മികച്ചൊരു വിമാനം നിർമ്മിക്കാൻ കഴിയില്ലേ? ആ ചോദ്യമാണ് പിന്നീട് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിൻ്റെ വിത്തായി മാറി. താമസിയാതെ തന്നെ വില്യം ബോയിങ് നാവിക എഞ്ചിനീയർ ആയിരുന്ന ജോർജ് കോൺറാഡുമായി കൈകോർത്തു. കൂടുതൽ സുരക്ഷിതമായ, കൂടുതൽ കരുത്തുറ്റ, കൂടുതൽ വിശ്വസനീയമായ വിമാനങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു അവരുടെ സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ ആദ്യ ചുവടുവയ്പായിരുന്നു 1916 ജൂലൈ 15 വാഷിങ്ടണിൽ നടന്നത്. അമേരിക്കയിലെ വാഷിങ്ടൺ സംസ്ഥാനത്തെ സിയാറ്റിലിൽ ദിവ പസഫിക് എയറോ പ്രൊഡക്റ്റ് കമ്പനി എന്ന പേരിൽ ഒരു ചെറിയ വിമാന നിർമ്മാണ കമ്പനി ആരംഭിച്ചു. ആ കമ്പനിയാണ് പിന്നീട് ദി ബോയിങ് കമ്പനിയായി മാറിയത്. മരം കൊണ്ട് നിർമ്മിച്ച ബോഡിയും തുണി കൊണ്ട് പൊതിഞ്ഞ ചിറകുകളും ലളിതമായ എഞ്ചിനും ഇന്നത്തെ ഭീമൻ ജെറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ആദ്യ വിമാനം ഒന്നുമായിരുന്നില്ല. ആ ചെറിയ വിമാനത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് ലോകത്തെ മാറ്റിമറിക്കുവാനുള്ള ഒരു മഹാസ്വപ്നമായിരുന്നു. ആദ്യ ശ്രമങ്ങൾ അത്ര വലിയ വിജയമായിരുന്നില്ല. എന്നാൽ പരാജയം വില്യം ബോയിങ്ങിനെ പിന്നോട്ടടിച്ചില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ ലോകം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ നടുവിലേക്കെത്തി. വിമാനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. അമേരിക്കൻ നാവികസേനയ്ക്കായി പരിശീലന വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അവസരം ബോയിങ്ങിന് ലഭിച്ചു. അതാണ് കമ്പനിയുടെ ആദ്യത്തെ വലിയ വഴിത്തിരിവായി മാറിയത്. ബോയിങ്ങിന്റെ ചരിത്രത്തിലെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത്. അമേരിക്കൻ സൈന്യത്തിനായി അവർ നിർമ്മിച്ച B-17 ഫ്ലൈയിങ് ഫോർട്രസ്, B-29 സൂപ്പർ ഫോർട്രസ് എന്നീ ഭീമൻ ബോംബർ വിമാനങ്ങൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. B-29 സൂപ്പർ ഫോർട്രസ് ആയിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബുകൾ വർഷിച്ചത്. യുദ്ധത്തിന് ശേഷം ബോയിങ് സാധാരണ ജനങ്ങൾക്കായുള്ള യാത്രാ വിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. 1958 പുറത്തിറങ്ങിയ ബോയിങ് 707 വ്യോമയാന ചരിത്രത്തിലെ വിപ്ലവമാണ്. ദീർഘദൂര യാത്രകൾ കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാക്കിയ ഈ ജെറ്റ് വിമാനമാണ് സാധാരണക്കാർക്ക് വിമാനയാത്ര സുപരിചിതമാക്കിയത്. 1969 ബോയിങ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 747 എന്ന ഭീമൻ വിമാനം പുറത്തിറക്കി. ലോകത്തിലെ ആദ്യത്തെ വൈഡ് ബോഡി യാത്രാ വിമാനമായിരുന്നു. ഇതിൻ്റെ കൂറ്റൻ വലിപ്പം കാരണം ഇതിനെ ജംബോ ജെറ്റ് എന്ന് വിളിച്ചു. അടുത്ത 37 വർഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന വിമാനമെന്ന റെക്കോർഡ് 747 കാത്തു സൂക്ഷിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 രൂപമാറ്റം വരുത്തിയ ഒരു ബോയിങ് 747 വിമാനം. ഒരു പറക്കും കൊട്ടാരം എന്ന് തന്നെ ഇതിനെ വിളിക്കാം. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ശേഷി, മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ, ഒരു യുദ്ധമുണ്ടായാൽ ആകാശത്തിരുന്ന് രാജ്യം ഭരിക്കാനുള്ള കമാൻഡ് സെന്റർ എന്നിവ ഇതിൻ്റെ പ്രത്യേകതയാണ്. ലോകം മുഴുവനും സർവീസ് നടത്തുന്ന ജനപ്രിയ വിമാനമായ ബോയിങ് 777 ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ദീർഘദൂര യാത്രാ വിമാനങ്ങളിൽ ഒന്നാണ് ബോയിങ് 777. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായും ഡിജിറ്റലായി രൂപകൽപ്പന ചെയ്ത ആദ്യ വിമാനവുമാണ്. 21ാം നൂറ്റാണ്ടിലെ ബോയിങ്ങിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് 787 ഡ്രീം ലൈൻ. ഭാരം കുറഞ്ഞ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 20% ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കും. 100 വർഷത്തിലേറെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിരുന്നു ബോയിങ്. എന്നാൽ 2018 2019 രണ്ട് ദുരന്തങ്ങൾ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. 2018 ഒക്ടോബറിൽ ലയൺ എയർ ഫ്ലൈറ്റ് 610 ക്രാഷ് ചെയ്തു. 189 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ലോകം ഞെട്ടി.
5 മാസം കഴിഞ്ഞ് വീണ്ടും മറ്റൊരു ദുരന്തം. എത്യോപ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 302 ക്രാഷായി. 157 ജീവനുകൾ അവിടെയും നഷ്ടമായി. 737 മാക്സ് വിമാനങ്ങൾ സർവീസിൽ നിന്നും പിൻവലിക്കപ്പെട്ടു. ആകാശത്തു നിന്നും ആ വിമാനങ്ങൾ അപ്രത്യക്ഷം. മാസങ്ങളോളം നീണ്ട പരിശോധനകൾക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ വ്യോമ ഗതാഗത അധികാരികൾ കർശനമായ നിബന്ധനകളോടെ 737 മാക്സിന് വീണ്ടും സർവീസിന് അനുമതി. കമ്പനികളിലുള്ള വിശ്വാസം ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടാം. പക്ഷേ അത് തിരിച്ചു പിടിക്കുവാൻ വർഷങ്ങൾ വേണ്ടി. ബോയിങ് ഒടുവിൽ അത് തിരിച്ചു പിടിച്ചു. ഇന്ന് ബോയിങ് വിമാനങ്ങൾ മാത്രമല്ല നിർമ്മിക്കുന്നത്. ബഹിരാകാശ സാങ്കേതിക വിദ്യ, പ്രതിരോധ സംവിധാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഈ മേഖലകളിലെല്ലാം സംഭാവനകൾ നൽകുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ പ്രഖ്യാപിക്കും. ആകാശവിധാനം അവിടുത്തെ കരവേലയെ അറിയിക്കും. ഓരോ കണ്ടുപിടുത്തവും മനുഷ്യന്റെ ബുദ്ധിയുടെ വിജയം മാത്രമാണ്. ദൈവം നൽകിയ കഴിവിനെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുവാനുള്ള ഒരു വിളിയും.